ഇന്ത്യ മുഴുവനും സെൻസേഷണൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് KIIT ബുഹാറിലെ 3ാം വർഷ ബിടെക് വിദ്യാർത്ഥിനി. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ. നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടി. എന്നാൽ അവളുടെ മരണത്തിന് പുറകിൽ, അവളുടെ ആത്മഹത്യക്ക് പുറകിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് നിഗൂഢതകളുണ്ടെന്നും പറഞ്ഞ് അതേ കോളേജിൽ അവളുടെ സുഹൃത്തുക്കൾ ഏകദേശം 500-ലധികം നേപ്പാളീസ് ഒരുമിച്ച് പ്രതിഷേധിക്കുന്നു. എന്നാൽ അവരുടെ ആ പ്രതിഷേധത്തിന്റെ കാരണം മനസ്സിലാക്കി അവരെ സമാധാനത്തിലേക്ക് നയിക്കുന്നതിന് പകരം അതിനെ ഒരു കലാപമാക്കി മാറ്റുകയായിരുന്നു അതേ ഇന്ത്യൻ കോളേജിലെ മാനേജ്മെന്റ് ചെയ്തത്. മറ്റൊരു രാജ്യത്തു നിന്നും വിശ്വസിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് പഠിക്കാൻ വന്ന അത്രയും നേപ്പാളി സ്റ്റുഡൻസിനെയും തരം താഴ്ത്തുന്ന രീതിയിലായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ഈ KIT എന്ന പ്രധാനപ്പെട്ട കോളേജിലെ മാനേജ്മെന്റിന്റെ പ്രതികരണം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ. ഇത് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടതിന്റെ ഒരു കഥ മാത്രമല്ല, നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു അദൃശ്യ പോരാട്ടങ്ങളുടെ കഥയാണ്. വളരെ വൈകും വരെയും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പെൺകുട്ടികളുടെ ഭയവും ഒറ്റപ്പെടലും എല്ലാം ഈ സംഭവത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. സത്യത്തിൽ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു, അതിനുശേഷം ആ കോളേജ് മാനേജ്മെന്റ് കുട്ടികളോട് എങ്ങനെ പെരുമാറി, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. KIIT കോളേജ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫേമസ് ആയ യൂണിവേഴ്സിറ്റി. ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. പ്രധാനമായും നേപ്പാളിൽ നിന്നും ഒരുപാട് പേർ പഠിക്കുന്നുണ്ട്. ഏകദേശം 500-ലധികം നേപ്പാൾ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. 1000-ലധികം ഇന്ത്യൻ സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്. ഈ കോളേജിൽ ഞായറാഴ്ച 21 വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. കാരണം പറയുന്നത് പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് അല്ലെങ്കിൽ കാമുകനും ഇടയിലുണ്ടായ ഒരു പ്രശ്നമെന്നാണ്. അവളുടെ ഹോസ്റ്റൽ മുറിയിലായിരുന്നു ആത്മഹത്യ ചെയ്തത്. അന്നത്തെ ദിവസം രാത്രി കോളേജിൽ ഒരു ഫെസ്റ്റ് നടക്കുകയായിരുന്നു. എല്ലാവരും അവിടെയായിരുന്നു. ആ സമയത്തായിരുന്നു ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ. അതുകൊണ്ട് മറ്റാരും ഇത് ശ്രദ്ധിച്ചില്ല, കണ്ടില്ല. പക്ഷേ സംഭവം പുറത്തു വന്നപ്പോൾ, അറിഞ്ഞപ്പോൾ, അതും ഒരു നേപ്പാളിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തുവെന്ന് അറിഞ്ഞപ്പോൾ ആ കോളേജിൽ ആരെല്ലാമാണോ നേപ്പാളിൽ നിന്നും വന്നത് അവരെല്ലാവരും ഇതൊരു വലിയ പ്രശ്നമായി കണ്ടു. തീർച്ചയായും ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി മരിച്ചു, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തുവെങ്കിൽ കൂടെ താമസിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, കൂടെ പഠിക്കുന്നവർ, മറ്റു കുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കും അവൾ എന്തുകൊണ്ട് മരിച്ചു, അതിന് പുറകിൽ എന്തൊക്കെ കാരണമുണ്ടാകുമെന്ന്. അങ്ങനെ ഇവിടെയും ഈ പെൺകുട്ടി മരിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത് ഇവൾക്കും മറ്റൊരു ആൺ സുഹൃത്തിനും ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. രണ്ടുപേരും 3rd ഇയർ പഠിക്കുകയാണ്. ഒരു 2-3 വർഷത്തെ റിലേഷൻഷിപ്പിന് ഒടുവിൽ രണ്ടുപേർക്കും ഇടയിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുന്നു. എന്നാൽ ആ ബ്രേക്കപ്പിന് ശേഷവും ആൺ സുഹൃത്ത് പെൺകുട്ടിയെ വീണ്ടും വീണ്ടും ശല്യം ചെയ്യാൻ തുടങ്ങി. കാശ് ചോദിച്ച് ഭീഷണിപ്പെടുത്താനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും അവളെ നിർബന്ധിക്കാൻ തുടങ്ങി. ഒരു കാലത്ത് തൻ്റേത് മാത്രം എന്ന് വിശ്വസിച്ച് പ്രണയിച്ച ഒരാൾ പിന്നീട് തനിക്ക് ഒട്ടും ശരിയാകില്ല എന്ന് ചിന്തിച്ചപ്പോൾ, അത് മനസ്സിലായപ്പോൾ അവൾ ആ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നാൽ രക്ഷപ്പെടാനാകാത്ത അവസ്ഥയിൽ അവൾ പിന്നീട് അതിൽ അകപ്പെടുകയായിരുന്നു. അവൾ ആ ബന്ധത്തിനിടയിൽ കിടന്ന് ശ്വാസം മുട്ടുകയായിരുന്നു, ആരും അറിയാതെ. പ്രധാനമായും ഇവർ തമ്മിൽ സംസാരിക്കുന്ന ചില സംഭാഷണങ്ങളൊക്കെ ലീക്കായിട്ടുണ്ട്. അതിലൂടെ മനസ്സിലാകുന്നത് കൂടുതലായും അവൻ പണം ചോദിച്ചാണ് ഭീഷണിപ്പെടുത്തിയത്. നീ എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട്, നീ എനിക്ക് പണം തന്നേ മതിയാകൂ. ഇവർ ഒരുമിച്ചുണ്ടായിരുന്ന ഫോട്ടോസ്, വീഡിയോസ് എല്ലാം അവൻ്റെ പക്കലുണ്ടായിരുന്നു. ഇതെല്ലാം ആ പെൺകുട്ടിയെ കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടും. തന്നില്ല എങ്കിൽ ഇവയെല്ലാം ലീക്ക് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ ഇവയെല്ലാം പോസ്റ്റ് ചെയ്യും. നേപ്പാളിലുള്ള അച്ഛനും അമ്മയ്ക്കും ഇതെല്ലാം അയച്ചു കൊടുക്കും. ലോകം മുഴുവനും ഞാൻ ഇതെല്ലാം സ്പ്രെഡ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി അവളെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അവളും തുടക്കത്തിൽ അവൻ ചോദിക്കുന്ന പണമൊക്കെ നൽകിക്കൊണ്ടിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ അവൾക്കൊന്നും സഹിക്കാനായില്ല. അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടി ആ കോളേജ് മാനേജ്മെന്റിനോട് ചെന്ന് ഇത് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. എന്നാൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പോയതിന് ശേഷം പോലും കോളേജ് മാനേജ്മെൻറ്റ് ആ കുട്ടിയെ വിളിക്കുകയോ സംസാരിക്കുകയോ ഇതിന് കൃത്യമായ ഒരു നടപടി എടുക്കുകയോ ചെയ്തില്ല. ഇതിൽ ഇനി വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലുള്ള ഒരു ആൺ സുഹൃത്ത് വളരെ ഫേമസ് ആയ ലോയറുടെ മകൻ എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ പിൻബലം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്.
കോളേജ് അധികൃതർ അതുകൊണ്ട് തന്നെ യാതൊരു ആക്ഷനും എടുത്തില്ല. കൂടെയുള്ള ഈ വിദ്യാർത്ഥികൾ പറയുന്നത് ഇവന്റെ ഈ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് കോളേജ് മാനേജ്മെന്റ് യാതൊരു ആക്ഷനും എടുക്കാത്തത് എന്ന്. ഇപ്പൊ പെൺകുട്ടി മരിച്ചതിന് ശേഷം ഇതൊരു വലിയ പ്രശ്നമായി എന്ന് മനസ്സിലായി. അടുത്ത ദിവസം രാവിലെ 7 മണിയോടുകൂടി നേപ്പാളി സ്റ്റുഡൻസ് എല്ലാം ചേർന്ന് ഒരു പ്രതിഷേധം നടത്താൻ തീരുമാനിക്കുന്നു. ഇവർ ആദ്യം അവിടെ പഠിക്കുന്ന 1000-ലേറെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ അറിയില്ലായിരിക്കാം, എന്നാൽ സംഭവിച്ചിരിക്കുന്നത് ഒരു തെറ്റ് തന്നെയാണ്, വളരെ ക്രൂരതയാണ്. ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളും പ്രതിഷേധത്തിൽ ഏർപ്പെടണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു. ഈ വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധത്തിന്റെ കാരണം അല്ലെങ്കിൽ അവരുടെ ആവശ്യകത എന്തുകൊണ്ട് അവൾ അന്ന് കംപ്ലൈന്റ് തന്നപ്പോൾ തന്നെ അതിന് ആക്ഷൻ എടുത്തില്ല? അങ്ങനെ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ അവൾ ഒരു പക്ഷേ മരിക്കില്ലായിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം, ഇതാണ് ഇവരുടെ ആവശ്യം. സത്യത്തിൽ കോളേജ് മാനേജ്മെന്റ് ഇതെല്ലാം ആദ്യമേ മൂടി മറയ്ക്കാനായിരുന്നു ശ്രമിച്ചത്. എന്നാൽ ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷം കോളേജ് മാനേജ്മെന്റ് ചെയ്ത തെറ്റുകളെല്ലാം പുറത്ത് കൊണ്ടുവരണമെന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ പ്രതിഷേധത്തിനായി എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ മറ്റൊരു സംഭവം നടന്നു. ഈ ഒരു ആൺസുഹൃത്ത് ആ കോളേജിൽ നിന്നും രക്ഷപ്പെട്ട് എയർപോർട്ടിലേക്ക് പോകുന്നു. മറ്റെവിടെയോ രക്ഷപ്പെടാൻ, വെസ്റ്റ് ബംഗാളിലേക്ക് രക്ഷപ്പെട്ട് പോകാൻ തയ്യാറായി എന്നറിഞ്ഞപ്പോൾ പോലീസ് നേരെ എയർപോർട്ടിൽ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് അവരുടേതായ ജോലി കൃത്യമായി ചെയ്തു. പക്ഷെ അവിടെ ഇപ്പോൾ പ്രശ്നമില്ല. എന്നാൽ ഇവിടെ പ്രശ്നമായി വരുന്നത് കോളേജിന്റെ റെപ്യൂട്ടേഷൻ. അതാണ് അവർ പ്രധാനമായും കാണുന്നത്. കോളേജ് പറഞ്ഞത് സംഭവിച്ച കാര്യത്തിനെല്ലാം ഒരുപക്ഷെ അവനായിരിക്കാം കുറ്റവാളി. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളും ആക്ഷൻ എടുക്കാം, ഇനി നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു. ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്തു, അത് ശരി തന്നെയാണ്, എന്നാൽ എന്താണ് പ്രയോജനം? അവൾ ആദ്യമേ വന്ന് ഒരു കംപ്ലൈന്റ് തന്നിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാമായിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്തിരുന്നു. അവനെ വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്ര വലിയ പ്രശ്നമാകുമായിരുന്നില്ല. അവൻ ഒരിക്കലും അവളെ ഭീഷണിപ്പെടുത്തുമായിരുന്നില്ല, അവൾ ആത്മഹത്യ ചെയ്യുമായിരുന്നില്ല. പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങളത് വലിയ കാര്യമായി എടുത്തില്ല. അന്നത് കാര്യമാക്കാത്തത് കൊണ്ടാണ് അവൻ ആ ഫോട്ടോസും വീഡിയോസും എല്ലാം വെച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ആവശ്യപ്പെട്ടത്. അവൾ സത്യത്തിൽ ഒരുപാട് വേദന അനുഭവിക്കുകയായിരുന്നു. ആരോടും പറയാനും സാധിക്കാതെ എങ്ങനെ രക്ഷപ്പെടണമെന്ന് പോലും അറിയാതെ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അടച്ചിട്ട ഹോസ്റ്റൽ വാതിലുകൾക്ക് പിന്നിൽ സംഭവിച്ച അവളുടെ ക്രൂരതയാണ് അവളെ ഇത്തരമൊരു തകർച്ചയിലേക്ക് തള്ളിവിട്ടത്. അപ്പോൾ നിങ്ങളും ഈ തെറ്റിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു തെറ്റ് ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിയോടുകൂടി പ്രതിഷേധം നടത്താൻ എല്ലാവരും തീരുമാനിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ കോളേജ് മാനേജ്മെന്റ് ചെയ്തത് അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് മുൻപ്, അതായത് ഈ പ്രതിഷേധം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന സമയം 7 ആയിരുന്നു. അതിന് മുൻപ് തന്നെ ഒരു 6-6:30 കോളേജ് മാനേജ്മെന്റ് അവരുടെ ഭാഗത്തു നിന്ന് ചില സെക്യൂരിറ്റീസിനെയും ചില കൂലിപ്പടകളെയും അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികളെ, പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരുന്ന കുട്ടികളെ അവർ ഉറങ്ങിക്കിടന്നിരുന്ന ബെഡിൽ നിന്നും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ആ ഹോസ്റ്റലിൽ നിന്നും പുറത്തേക്ക് വലിച്ചു കൊണ്ടുവന്നു. അതും 500-ലധികം നേപ്പാളി സ്റ്റുഡൻസിനെ എല്ലാം ഹോസ്റ്റലിന് പുറത്താക്കി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോണെല്ലാം തട്ടിപ്പറിച്ചെടുക്കുകയും അവരെ അവിടെ ഉണ്ടായിരുന്ന പല ബസ്സുകളിലേക്ക് കയറ്റി. എന്നിട്ട് ആ ബസ് ആ കോളേജിൽ നിന്നും ഒരു 40-50 കിലോമീറ്റർ ദൂരത്തിൽ ചെന്ന് അവിടെ കുട്ടികളെല്ലാം ഇറക്കി വിട്ടു. നിങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്ന ബസ്സോ വണ്ടിയോ കയറി നിങ്ങളുടെ നാട്ടിലേക്ക് പോകണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഈ കുട്ടികൾ പറയുന്നത്, ഞങ്ങൾ നേപ്പാളിൽ നിന്നാണ് വന്നത്, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണമില്ല, അമ്മയും അച്ഛനും ഇനി പണം അയച്ചു തരണം, ഞങ്ങൾ ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, യാതൊരു ബന്ധവുമില്ലാതെ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് വീട്ടിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ സാധിക്കുമെന്ന് തിരികെ ചോദിക്കാൻ തുടങ്ങി. അതിലെ ചില കുട്ടികൾ തങ്ങൾക്ക് സംഭവിക്കുന്ന ഈ ക്രൂരത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കോളേജിൽ നടന്ന ആത്മഹത്യ എന്നതിനപ്പുറം ഈ കുട്ടികളോട് ഇങ്ങനെ പെരുമാറിയതായിരുന്നു വളരെ സെൻസേഷനായി മാറാൻ തുടങ്ങിയത്. ഇതേ കാര്യം തന്നെ ഗേൾസ് ഹോസ്റ്റലിലും സംഭവിച്ചു. അവിടെയുള്ള നേപ്പാളി സ്റ്റുഡൻസിനെ എല്ലാം പുറത്താക്കാൻ തുടങ്ങി. അപ്പോൾ ആ കുട്ടികൾ, ഞങ്ങൾ എന്തിന് പുറത്തേക്ക് പോകണം, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തുവെന്ന് തിരിച്ച് ചോദിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ആ കോളേജിലെ പ്രൊഫസേഴ്സും അവിടെയുള്ള വാർഡൻസും പറഞ്ഞ വാക്കുകൾ അതായിരുന്നു വളരെ 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 പ്രധാനപ്പെട്ടത്. നമ്മുടെ ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ മുട്ടുകുത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് അത് വലിയ അപമാനം തന്നെയായിരുന്നു. വളരെ തെറ്റായ ഒരു കാര്യം. നിങ്ങളുടെ രാജ്യത്തിൻ്റെ മുഴുവൻ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ പോലും അത് ഈ കോളേജിൻ്റെ ബഡ്ജറ്റിൽ നിന്നും വളരെ കുറവാണ്. കാരണം നേപ്പാൾ എന്നത് ഒരു ചെറിയ കൺട്രിയാണ്. എന്നാൽ ഈ കോളേജ് അത്രയും വലിയൊരു കോളേജാണ്. അപ്പോൾ അവർ എത്രത്തോളം ചിന്തിച്ച് സംസാരിച്ചു എന്ന് നോക്കുക. ചിന്തിച്ച് സംസാരിച്ചതാണോ ചിന്തിക്കാതെ സംസാരിച്ചതാണോ ഒന്നും തന്നെ അറിയില്ല. പക്ഷേ ആ നേപ്പാൾ എന്ന രാജ്യത്തെ തന്നെ
അവിടെയുള്ള ജനങ്ങളുടെ മുൻപിൽ വെച്ച് വളരെ തരം താഴ്ത്തി സംസാരിക്കുകയായിരുന്നു. അതും ആ രാജ്യത്തോടുള്ള അവരുടെ വെറുപ്പ് വാക്കുകളിലൂടെ കാണിക്കുന്നുണ്ട്. അവിടെയുള്ള മെയിൻ പ്രൊഫസേഴ്സ്, വാർഡൻസ് എല്ലാം പറയുന്നത്, നിങ്ങളുടെ മുഴുവൻ കൺട്രിയുടെ ബഡ്ജറ്റ് ഞങ്ങളുടെ കോളേജ് ബഡ്ജറ്റിൽ നിന്നും വളരെ വളരെ കുറവാണ്. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ ഇവിടെ നിന്നും പോകണമെന്ന് സ്ട്രിക്റ്റായി തന്നെ പറയുന്നു. കൂടാതെ അവരെ കളിയാക്കി വളരെയേറെ തരം താഴ്ത്തി കൂർഖ എന്ന വാക്കുകൾ ഉപയോഗിച്ചു. ഈ കൂർഖ എന്ന വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഒരുപാട് നേപ്പാളിൽ നിന്ന് വരുന്നവർ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്, കൂർഖയായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നേപ്പാളിലുള്ളവരെ ഏതെല്ലാം തരത്തിൽ തെറ്റായി സംസാരിക്കാൻ സാധിക്കുമോ അങ്ങനെയെല്ലാം അവിടെയുള്ള പ്രൊഫസേഴ്സും ഹോസ്റ്റൽ വാർഡൻസും സംസാരിക്കാൻ തുടങ്ങി. ഇവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണോ, വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിവുള്ളവരാണോ എന്ന് പോലും ഇപ്പോൾ സംശയം തോന്നുകയാണ്. ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ ചില പെൺകുട്ടികൾ ഇത് വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇത് ശ്രദ്ധിച്ച ഈ പ്രൊഫസേഴ്സും വീഡിയോ എടുക്കുകയാണോ, എടുത്തോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് അത്രത്തോളം അഹങ്കാരത്തോടു കൂടി സംസാരിച്ചു. അപ്പോഴും പറഞ്ഞത്, ഗെറ്റ് ഔട്ട്, നിങ്ങളുടെ കൺട്രിയിലേക്ക് തന്നെ തിരികെ പോവുക, ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല, ഈ കോളേജിൽ തന്നെ നിങ്ങൾ എടുക്കില്ല, ഇന്ത്യയിൽ തന്നെ നിങ്ങൾ കാലുകുത്താൻ പാടില്ല, ഇന്ത്യ നിങ്ങളെ സ്വീകരിക്കില്ല, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതായത് ആ കോളേജ് അവരെ കയറ്റില്ല എന്നല്ല, ഇന്ത്യ തന്നെ നിങ്ങളെ തിരികെ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കില്ല എന്ന് മുഴുവൻ ഇന്ത്യയെ തന്നെ റിപ്രസെന്റ് ചെയ്തവർ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരെയും പല ബസ്സുകളിൽ കയറ്റി അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. ഇത് ഒരു വലിയ പ്രശ്നമായി മാറി. കാരണം നേപ്പാളിൽ നിന്നും എഡ്യൂക്കേഷന് വേണ്ടി ലക്ഷക്കണക്കിന് നേപ്പാളീസാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു ഇന്റർനാഷണൽ റിലേഷൻഷിപ്പാണ്, നമുക്കൊരു ഇന്റർനാഷണൽ റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നേപ്പാളിലെ പ്രൈം മിനിസ്റ്റർ തന്നെ ഇതിനോട് പ്രതികരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്തിലെ വിദ്യാർത്ഥികൾ അവിടെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സഹിക്കാൻ സാധിക്കുന്നില്ല. അവർ ഇന്ത്യയുടെ റോഡുകളിൽ, തെരുവുകളിൽ നിൽക്കുകയാണ്. അതിൽ സമ്പന്നരുമുണ്ട്, ദരിദ്രരുമുണ്ട്, മിഡിൽ ക്ലാസ്സുമുണ്ട്. പക്ഷേ അവിടെയുള്ളവരെല്ലാം നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അത്രയും വിദ്യാർത്ഥികളെ നിങ്ങൾ റോഡിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. അവരെവിടേക്കാണ് പോകേണ്ടത്? ഇത് വളരെ ദുഃഖം നിറഞ്ഞ കാര്യമാണ് എന്ന് നേപ്പാൾ പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞു. ഇന്ത്യൻ എംബസിയും ഇതിനോട് പ്രതികരിച്ചു. ഇതൊരു ഇന്റർനാഷണൽ പ്രശ്നമായി മാറിയതിനു ശേഷം നേപ്പാൾ ഗവൺമെന്റും അത്രയേറെ സമ്മർദ്ദം ചെലുത്തി. ഇതൊരു രാജ്യത്തെ തന്നെ തല കുനിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഇന്ത്യ എന്ന രാജ്യത്തെ വിശ്വസിച്ച് വന്ന ഒരു കൂട്ടം ആളുകളെ അപമാനിച്ചതിന് തുല്യമാണ്. അതിഥി ദേവോ ഭവ എന്നൊക്കെ പറയും. അതായത് അതിഥികളെ ദൈവമായാണ് കാണുന്നത്. അതിഥി ആരായാലും അദ്ദേഹത്തെ യഥാവിധം ആദരിച്ച് സൽക്കരിക്കണമെന്നും ഗൃഹത്തിൽ നിന്നും നിരാശനാക്കി മടക്കി അയക്കരുത് എന്നും പുരാണങ്ങൾ അടിവരയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ വന്ന വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനെ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ സീരിയസ് ആയി എടുക്കുന്നു. ഒഡീസ ചീഫ് മിനിസ്റ്ററും ഇന്ത്യയിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത്രയേറെ പ്രശ്നമായപ്പോൾ കോളേജ് മാനേജ്മെന്റിന് ഒരു വലിയ ഭയമായി. ഇതെങ്ങനെ ശരിയാക്കാമെന്ന് തീരുമാനിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ തെരുവുകളിലേക്ക് ഇറക്കിവിട്ട വിദ്യാർത്ഥികൾക്ക് മെസ്സേജ് പോവുകയാണ്, നിങ്ങൾ എവിടെയായാലും ഹോസ്റ്റലിലേക്ക് തിരികെ വരിക, കോളേജിലേക്ക് തിരികെ വരിക എന്ന് നേപ്പാൾ സ്റ്റുഡൻസിന് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു. നിങ്ങളെ ഹോസ്റ്റലിലേക്ക് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ തിരികെ വരണം. ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ തുടങ്ങി. ഇതിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചത്, നേപ്പാൾ സ്റ്റുഡൻസ് പ്രതിഷേധം നടത്തുമ്പോൾ അവർ ഇന്ത്യൻ സ്റ്റുഡൻസിനെയും ക്ഷണിച്ചിരുന്നു. ഒരു പക്ഷേ ഇന്ത്യൻ സ്റ്റുഡൻസും ഇവരുടെ കൂടെ ചേർന്ന് പ്രൊട്ടസ്റ്റ് നടത്തുമെന്ന് ചിന്തിച്ച് കോളേജ് മാനേജ്മെന്റ് ചെയ്തത്, ഈ ഹോസ്റ്റലിനുള്ളിലെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ എല്ലാം ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഈ ഹോസ്റ്റൽ വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല, അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളെ കോളേജിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യും. ഇങ്ങനെ പറഞ്ഞ് അവരെ ഹോസ്റ്റലിനുള്ളിൽ പൂട്ടിയിട്ടു. പറഞ്ഞു വന്നാൽ ഈ കോളേജിന്റെ പ്രധാനപ്പെട്ട ഒരേയൊരു ലക്ഷ്യം ആ കോളേജിന്റെ റെപ്യൂട്ടേഷൻ മാത്രമാണ്. ഈ കോളേജിൽ തെറ്റ് സംഭവിച്ചു ഇല്ല, അത് രണ്ടാമത്തെ കാര്യം. എന്നാൽ ആ കോളേജിന് യാതൊരു ചീത്തപ്പേരും വരാൻ പാടില്ല. അതിന് ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അത്രത്തോളമൊക്കെ അവർ ചെയ്തു. കുട്ടികളെ ജയിലിലടയ്ക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ സ്റ്റുഡൻസിനെ ആ ഹോസ്റ്റലിനുള്ളിൽ അടച്ചു പൂട്ടിയത്. നേപ്പാൾ സ്റ്റുഡൻസിനെ നാട് കടത്തുന്ന രീതിയിൽ എവിടേക്കോ കൊണ്ട് ഇറക്കി വിടുകയും ചെയ്തു. അവസാനം ഇതൊരു ഇന്റർനാഷണൽ പ്രശ്നമായി മാറിയെന്ന് മനസ്സിലായപ്പോഴാണ് നിങ്ങളെല്ലാം തിരികെ വരിക, നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് മറ്റൊരു രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇത് വളരെ വളരെ നാണക്കേടാണ്, വല്ലാത്തൊരു ലജ്ജയാണ് തോന്നുന്നത്. ഇതൊക്കെ പല കോളേജുകളിലും ഒരു പാഠം എന്ന് തന്നെ പറയാം. കാരണം പല കോളേജുകളുടെയും ഒരു മെന്റാലിറ്റി ഇങ്ങനെ തന്നെയാണ്. കോളേജിന്റെ റെപ്യൂട്ടേഷൻ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. കോളേജിൽ എന്ത് പ്രശ്നം വന്നാലും അത് മറ്റൊരു കാര്യം, പക്ഷെ കോളേജിന്റെ റെപ്യൂട്ടേഷൻ അതായിരിക്കണം പ്രധാനപ്പെട്ടത്. ഇടയ്ക്ക് എറണാകുളത്തെ ഒരു സ്കൂളിൽ, ഗ്ലോബൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫ്ലാറ്റിന് മുകളിൽ നിന്നും താഴേക്ക് വീണ് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം. അപ്പോഴും ഇതേ കാര്യമായിരുന്നു ആ സ്കൂളിൽ സംഭവിച്ചത്. ആ ഒരു മരണത്തിന് ശേഷം ആ കുട്ടിയുടെ അമ്മ സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് പേജിൽ ഒരു നോട്ട് കൊടുത്തിരുന്നു.
അതിൽ മുഴുവനും ആ സ്കൂൾ മാനേജ്മെന്റ് കാണിച്ച ഇറസ്പോൺസിബിലിറ്റി ആയിരുന്നു ചൂണ്ടിക്കാണിച്ചത്. അവിടെയും ആ സ്കൂൾ മാനേജ്മെന്റ് സംഭവിച്ച കാര്യങ്ങളെല്ലാം മൂടി മറയ്ക്കാനായിരുന്നു ശ്രമിച്ചത്. ആ സ്കൂൾ റെപ്യൂട്ടേഷൻ ആയിരുന്നു അവരുടെയും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഇതിനെ ഒരു ബിസിനസ് എന്ന രീതിയിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇതൊക്കെയാണ് വളരെ ലജ്ജാകരമായി തോന്നുന്നത്. സത്യത്തിൽ ഇങ്ങനെയൊന്നും അല്ല കോളേജുകളും സ്കൂളുകളും ചെയ്യേണ്ടത്. അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, അത് സമൂഹത്തിലേക്ക് വന്ന് അതൊരു വലിയ പ്രശ്നമായി മാറുന്നതിന് മുൻപ് അതേ മാനേജ്മെൻറ്റ് ആ കുട്ടികളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, അവരുടെ ആവശ്യം അറിഞ്ഞത് സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്ര വലിയ പ്രശ്നമായൊന്നും മാറില്ല. എല്ലാവരും കോളേജിനെ വിശ്വസിക്കാൻ തുടങ്ങും, കോളേജിനെ സ്നേഹിക്കാൻ തുടങ്ങും. എന്തിന്? ഈയിടെ നഴ്സിംഗ് കോളേജിൽ വെച്ച് ഒരു 6 കുട്ടികളെ ടോർച്ചർ ചെയ്ത ഒരു സംഭവം, അവിടെയും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? സ്കൂൾ അധ്യാപകരോടും മാനേജ്മെൻറ്റിനോടും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, പക്ഷേ അവരത് വലിയ കാര്യമാക്കിയതേ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും സംഭവിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് കോളേജ് സ്കൂൾ മാനേജ്മെൻറ്റ്സ് ഒക്കെ ഉള്ളത്. അവിടെയാണ് അവിടെ റെപ്യൂട്ടേഷൻ ഉള്ളത്. നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു മാനേജ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. സ്റ്റുഡൻസ് തെറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കണം, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ സ്റ്റുഡൻസിനൊരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം അതിന് പ്രതികരിക്കണം, നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് മുൻപിൽ ഒരിക്കലും ഇന്ത്യക്ക് തലകുനിയേണ്ടി വരില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ 4 ചുമരുകൾക്കുള്ളിൽ എല്ലാം മൂടി മറച്ച് സ്വയം വേദന തിന്ന് ഒരു ഘട്ടത്തിൽ എല്ലാം സഹിക്കാനാകാതെ ആത്മഹത്യ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോട്, മാതാപിതാക്കളോട്, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുക. ആത്മഹത്യ ഒരിക്കലും ഒരു പോംവഴിയേ അല്ല. ജീവിതം എന്നത് ഇങ്ങനെ നിശബ്ദമായി ജീവിച്ച് തീർക്കാനുള്ളതല്ല. ജീവിതവുമായി നമ്മൾ പോരാടണം, എന്നിട്ട് ജീവിച്ചു തുടങ്ങണം. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഈ സ്കൂളുകളിലും കോളേജുകളിലും വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ, ഇതിനോടൊക്കെയുള്ള കോളേജ് മാനേജ്മെൻറ്റിൻ്റെ പ്രതികരണം, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.